أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم. ജ്ഞാനമില്ലാത്തവർ ചോദിക്കുന്നു, അള്ളാഹു നമ്മോട് നേരിൽ സംസാരിക്കാത്തതെന്ത്? അല്ലെങ്കിൽ നമുക്കായി ഒരു ദൃഷ്ടാന്തം അവതരിക്കാത്തതെന്ത്? ഇവർക്ക് മുമ്പുള്ളവരും ഈ വിധം ചോദിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പും പിമ്പുമുള്ള എല്ലാ ദുർമാർഗികളുടെയും മനസ്സുകൾ സദൃശ്യമായിരിക്കുന്നു. ദൃഢവിശ്വാസമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമോ നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നാം നിന്നെ സത്യജ്ഞാനത്തോടുകൂടി സുവിശേഷകനും മുന്നറിയിപ്പുകാരനുമായി അയച്ചിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം എന്തുണ്ട്? അതിനാൽ നരകത്തിന് അവകാശികളായി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവനോ മറുപടി പറയാൻ ബാധ്യസ്ഥനോ അല്ല തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി വിജയം കരസ്ഥമാക്കുന്ന, പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 117 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 118, 19 ആയത്തുകൾ അതിന്റെ അർത്ഥവുമാണ് ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചത്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ക്രിസ്ത്യാനികളും യഹൂദരും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതും സുബ്ഹാന അല്ലെ, അള്ളാഹു ഇത്ര അവര് പറയുന്ന അള്ളാഹുവിന് ഒരു മകനുണ്ട് എന്ന് പറയുന്നവർ, അവരുടെ ആ വാദത്തെ അള്ളാഹു പറയുന്നുണ്ട്, സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മകനോ അതിന്റെ ഒന്നും കുടുംബത്തിന്റെയോ ആവശ്യം അള്ളാഹുവിന് ഇല്ല തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അപ്പൊ ഇതില് ഈ മക്കയിലെ ഖുറൈശികൾ ഈ ഒരു കാര്യത്തില്, അതായത് പിന്നെ പ്രവാചകന് ഇറക്കപ്പെട്ട ആ ഒരു ദൃഷ്ടാന്തത്തിൽ ഖുറാനിൽ വിശ്വസിക്കാതെ ഇരിക്കാൻ അവര് പറഞ്ഞിരുന്ന ഒരു കാരണമാണ് ഈ രണ്ടായത്തുകളിൽ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ആയത്തിലേക്ക് കടക്കാം. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. ജ്ഞാനമില്ലാത്തവർ, അതായത് വിവരമില്ലാത്തവർ, അറിവില്ലാത്തവർ ചോദിക്കുന്നു, അള്ളാഹു നമ്മോട് നേരിൽ സംസാരിക്കാത്തതെന്ത്? അല്ലെങ്കിൽ നമുക്കായി ഒരു ദൃഷ്ടാന്തം അവതരിക്കാത്തതെന്ത്? ഇവർക്ക് മുമ്പുള്ളവരും ഈ വിധം ചോദിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പും പിമ്പുമുള്ള എല്ലാ ദുർമാർഗികളുടെയും മനസ്സുകൾ സദൃശ്യമായിരിക്കും. അതായത് ഒക്കെ ഒരേപോലെയാണ്, അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. ദൃഢവിശ്വാസമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമോ നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് വിശ്വാസികളായ, വിശ്വാസത്തിൽ ദൃഢതയുള്ള വിശ്വാസികൾക്ക് എന്ത് കണ്ടാലും അവർക്കത് വ്യക്തമായ ദൃഷ്ടാന്തമായി തന്നെ ഫീൽ ചെയ്യും. നേരെ മറിച്ച് അറിവില്ലാത്തവർക്ക് എന്ത് തന്നെ ഇറക്കിയാലും അതൊരു വിശ്വാസത്തിന് അവർക്കൊരു സഹായകമാകുകയില്ല തന്നെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ആയത്തിന്റെ അർത്ഥത്തിലേക്ക്, വേർഡർത്ഥത്തിലേക്ക് അടക്കം. വഖാല, വ ആൻഡ്, കഴിഞ്ഞ ആയത്ത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. വ ആൻഡ്, ഖാല പറഞ്ഞു,
ഖാല എന്ന് പറഞ്ഞത് പറഞ്ഞു, യഖൂലു പറയുന്നു, ഖുൽ നീ പറയുക. അപ്പൊ ഖാല എന്ന് പറയുന്നത് പറയുകയും ചെയ്തു, പറഞ്ഞു. അവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? ആരാ പറഞ്ഞത് ഇവിടെ? ഖാല അല്ലദീന ലാ യഅലമൂന, അറിവില്ലാത്തവർ എന്നാണ് അല്ലദീന ലാ യഅലമൂന എന്ന് പറയുന്നത്. അപ്പൊ അല്ലദീന ലാ യുഅ്മിനൂന എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വിശ്വസിക്കാത്തവർ എന്നാണ്. പക്ഷെ ഇതിൽ ഓരോരോ വാക്ക് അർത്ഥം പറയുമ്പോൾ അല്ലദീന എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ എന്നാണ്. അല്ലദീ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരുവൻ. അല്ലദീന എന്ന് പറയുന്നത് അല്ലദീ എന്നതിന്റെ പ്ലൂരലാണ് അല്ലദീന. അല്ലദീ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അല്ലദീന പറയാ. അവൻ, ഹുവ അല്ലദീ, അവൻ എങ്ങനെയാന്ന് വെച്ചാ. പക്ഷെ ഇതൊരു കൂട്ടരെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അല്ലദീന അവരെങ്ങനെയാണ്? ലാ അല്ല, അല്ലെങ്കിൽ ഇല്ല, യാലമൂന അവരറിയുന്നു എന്നാണ് വാക്ക്. യാലമൂന എന്ന വാക്ക് വരുന്നത് അലിമ എന്നാണ്. ഇവിടെ ഈ മഞ്ഞ ഇതിൽ കൊടുത്തത് ചെറിയൊരു തെറ്റുണ്ട്. അലിമ എന്നതിന്റെ അയിന്റെ മേലെ ഷദ്ദാണ് ഇട്ടിരിക്കുന്നത്, ഫത്ഹാണ് ഇടേണ്ടിയിരുന്നത്. തെറ്റിപ്പോയതാണ് ഇട്ടപ്പോ. അലിമ എന്നുള്ളതാണ്. അലിമ യാലമു എന്ന വാക്കിൽ നിന്നാണ് യാലമൂന എന്ന് വരുന്നത്. യാലമു, യാലമാനി, യാലമൂന എന്നാണ് അതിന്റെ വാക്ക്. മുദാരിന്റെ സർഫിലാണ് അത് വരുന്നത്. യാലമൂന അവരറിയുന്നു. യാലമു അവൻ അറിയുന്നു. യാലമൂന എന്ന് വാവും നൂനും വരുമ്പോ ബഹുവചനമാകുന്നു. അത് അവരറിയുന്നു എന്നായി. അപ്പൊ ലാ യാലമൂന എന്ന് പറയുന്നത് അവരറിയുന്നില്ല. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് അല്ലദീനെ കൂട്ടി പറയുമ്പോൾ അത് അങ്ങനെ അറിയാത്ത ഒരു കൂട്ടർ, അതായത് അറിവില്ലാത്തവർ എന്നാവും. ഓക്കെ. അപ്പൊ അല്ലദീന ലാ യാലമൂന അറിവില്ലാത്തവർ ആല പറയുകയും ചെയ്തു. എന്ത് പറഞ്ഞു? ലൗലാ യുക്കല്ലിമുനല്ലാഹു, ലൗലാ യുക്കല്ലിമുനല്ലാഹു. ഇതില് കൊടുത്തപ്പോ ഞങ്ങളോട് എന്നുള്ളത് ലൗലയുടെ മൊത്തത്തിലുള്ള അർത്ഥത്തിൽ പെട്ടതാണ് ട്ടോ. മേലെ കൊടുത്ത ഞങ്ങളോട് അത് സ്ലൈഡ് ഉണ്ടാക്കുമ്പോ പറ്റിയതാണ്. അപ്പൊ ഞങ്ങളോട് സംസാരിക്കാത്തതെന്ത്? ലൗലാ യുക്കല്ലിമുന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് സംസാരിക്കാത്തതെന്ത്? അപ്പൊ ഇതൊന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ലൗ എന്ന് പറഞ്ഞാൽ എങ്കിലിനാണ്. എങ്കിലിനാണ് പറയാറ്. എങ്കിൽ, ലൗ, ലൗ, ലൗ. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല. യുക്കല്ലിമു എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു എന്നാണ്. കല്ലമ യുക്കല്ലിമു, കല്ലമ സംസാരിച്ചു, യുക്കല്ലിമു. ഈ മഞ്ഞ ഇതിൽ കൊടുത്തിട്ടുണ്ട് താഴെ. ഈ വാക്കിന്റെ മാലിയും മുദാരിയും. കല്ലമ സംസാരിച്ചു, യുക്കല്ലിമു സംസാരിക്കുന്നു. അപ്പൊ യുക്കല്ലിമു നാ ഞങ്ങളോട്. അപ്പൊ ഇവിടെ ഞങ്ങളോട്. അപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഇല്ല എങ്കിൽ. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കുന്നില്ല. എന്താണ് സംസാരിക്കാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. ലവ് എന്നിവിടെ എങ്കിൽ എന്നുള്ളത് അവര് എന്താണ് അവരങ്ങനെ ചെയ്യാത്തത് അള്ളാഹു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ലവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലവ് ലാ യുക്കല്ലിമുന ഞങ്ങളോട് സംസാരിക്കുന്നില്ല. ആര്? അള്ളാഹു. അള്ളാഹു സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാത്ത ഇതെന്താണ് എന്നാണ് ഇവിടെ ലവ് എന്ന ഒരു കൊണ്ട് തുടങ്ങുന്നത്. അപ്പൊ ലൗലാ യുക്കല്ലിമുനല്ലാഹു, അള്ളാഹു എന്താണ് ഞങ്ങളോട് സംസാരിക്കാത്തത്? ഔ അല്ലെങ്കിൽ തഅ്തീന ആയ. തഅ്തീന എന്ന് പറയുന്നത് ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം, ആയത്ത്. അപ്പൊ തഅ്തീന എന്നുള്ള വാക്ക് അതായത്തി എന്നാണ്. അതായത്തി. അത എന്ന് പറയുന്നത് വന്നു, കൊണ്ടുവന്നു എന്നൊക്കെ പറയാം. അത തന്നു, അല്ലെങ്കിൽ കൊണ്ടുവന്നു. എന്ത്? പിന്നെ വന്നു, അത് കൊണ്ടുവന്നു. തീന ഞങ്ങൾക്ക് കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാത്തത്. ഈ തീ എന്ന് പറയാൻ കാരണം എന്താ? അതാ തീ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. പക്ഷെ ഇവിടെ താ എന്ന് വരാൻ കാരണം ആയത്ത് സ്ത്രീലിംഗമാണ്. ആയത്താണ് കൊണ്ടുവരാത്തത്. ഓക്കെ. ആയത്തിനെ കുറിച്ചാണ് കൊണ്ടുവരുന്ന കാര്യം പറയുന്നത്. അപ്പൊ ആയത്ത് എന്നത് താമർഭൂതം ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്ത്രീലിംഗാന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് തീ എന്ന് പറഞ്ഞത്. തീ എന്ന് പറയാതെ തീ എന്ന് പറയാൻ കാരണം ആയത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഔ അല്ലെങ്കിൽ തീന ഞങ്ങൾക്ക് കൊണ്ടുവരാത്തത് എന്ത്? ആയ ഒരായത്ത്. ഞങ്ങൾക്ക് വരാത്തത് എന്ത്? ഒരായത്ത്. പിന്നെ അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? അപ്പൊ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ ഈ ആയത്ത് വെച്ചിട്ട്. വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു ഔ യഅ്തീന ആയ. അല്ല പറയാ, വഖാലല്ലദീന ലാ യഅലമൂന അറിവില്ലാത്തവർ പറയുകയും ചെയ്തു. എന്ത് പറഞ്ഞു? ലൗലാ യുകല്ലിമുനല്ലാഹു അല്ലാഹു എന്താണ് ഞങ്ങളോട് സംസാരിക്കാത്തത്? ഔ അല്ലെങ്കിൽ തീന ആയ ഞങ്ങൾക്ക് ഒരു ആയത്ത് എന്താണ് കൊണ്ടുവരാത്തത് എന്നാണ് അവര് അറിവില്ലാത്ത ആളുകൾ പറയുന്നത്. കദാലിക്ക, അല്ല പറയാണ് കദാലിക്ക അപ്രകാരം
ഖാല പറഞ്ഞു, അല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവർ, അല്ലദീന ഒരു കൂട്ടർ, മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ള ഒരു കൂട്ടർ. ഇവിടെ അല്ലദീന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടർ, മിൻ ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള, മിൻ ഖബിൽ എന്നും പറയാറുണ്ട്, മിൻ ഖബിൽ എന്ന് പറയാറുണ്ട്, ഉള്ള എന്നുള്ള. ഹിം അവരുടെ, അപ്പൊ അല്ലദീന മിൻ ഖബിലിഹിം അവർക്ക് എന്ന് പറയുന്നത് ഇവിടെ ആർക്കാണ്? ഈ മുശ്രിക്കുകൾ, ഖുറൈശികൾ, അവിടെ പ്രവാചകനോട് ഇങ്ങനെ തർക്കിക്കുന്ന അവർക്ക് മുമ്പുള്ള ആളുകളും മിസ്ല ഖൗലിഹിം അവരുടെ വാക്ക് പോലെ തന്നെയുള്ള, മിസ്ല് എന്ന് പറഞ്ഞ പോലെ എന്നാണ്, മിസ്ലിന്റെ വേറൊന്നാണ് മസല് എന്ന് പറഞ്ഞ ഉദാഹരണം എന്നാണ്, ഇവിടെ എന്നാണ്, മിസ്ല് എന്ന് പറഞ്ഞ പോലെ. ഖൗല് എന്ന് പറഞ്ഞ വാക്ക്, അതറിയാത്തവരുണ്ടാവില്ല അല്ലെ. ഖൗല് എന്ന് പറഞ്ഞ വാക്ക്, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് എന്ന് പറയാറുണ്ട് അല്ലെ. ആ ഖൗലാണ് വാക്ക്. ഖൗലിഹിം അവരുടെ വാക്ക്. അപ്പൊ ഈ അവരുടെ എന്ന് പറയുന്ന ആരാണ്? മക്കാ മുശ്രിക്കുകളുടെ, മക്കയിലെ ഖുറൈശികളുടെ ആ വാക്ക് പോലെ തന്നെ അവർക്ക് മുമ്പുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഖാല, മനസ്സിലായില്ലേ? കദാലിക അപ്രകാരം, ഖാല പറഞ്ഞു, അല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ള ഒരു കൂട്ടരും, മിസ്ല ഖൗലിഹിം അവരുടെ വാക്ക് പോലെ തന്നെ. അപ്പൊ അള്ളാഹ് പറയാണ്, തശാബഹത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ സദൃശമായിരിക്കുന്നു. ഇവിടെ നോക്കൂ, ഖുലൂബ് എന്നുള്ളത് ഹൃദയങ്ങൾ എന്നാണ്, ഖൽബിന്റെ പ്ലൂരലാണ് ഖുലൂബ്. അപ്പൊ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ എന്തായിട്ടുണ്ട്? തശാബഹത്തായിട്ടുണ്ട്, സദൃശ്യം, സാമ്യമുള്ളതായിരിക്കുന്നു. തശാബഹത്ത്, മുത്തശാബിഹാത്ത് എന്ന് പറയാറില്ലേ? ഖുറാനിൽ രണ്ടു തരം ആയത്തുകൾ ഉണ്ട്, മുഹ്കമാത്തും മുത്തശാബിഹാത്തും. മുഹ്കമാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ആയത്തുകൾ, അത് ആർക്കും ഒരു സംശയത്തിനും ഇടവരാത്ത ആയത്തുകൾ. എന്നാൽ മുത്തശാബിഹാത്ത് എന്താണ്? അത് അദൃശ്യമായ കാര്യങ്ങൾ, ചെറിയ ചെറിയ സംശയങ്ങളും ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പിലേക്ക് പോയിട്ട് ചിന്തിച്ച് അവസാനം ദീനിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലായി പോരുന്ന, നമ്മളുടെ പരിധിക്ക് അപ്പുറമുള്ള ചില ആയത്തുകൾ ഉണ്ട്. ഇപ്പൊ പരലോകം ഉണ്ടോ, മരിച്ച ശേഷം ഖബറിലുള്ളത് അതൊക്കെ ഉണ്ടോ, അത് എന്താണ്, അങ്ങനെ ചിന്തിച്ച് ചില കാര്യങ്ങൾ നമുക്ക് അത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആയത്തുകളാണ് മുത്തശാബിഹാത്ത്. അതുപോലെ തന്നെ അതായത് സദൃശ്യം തോന്നുന്ന ആയത്തുകൾ. തശാബഹത്ത് എന്ന് പറയുന്നത് അവരുടെ ഹൃദയങ്ങൾ, തശാബഹത്ത് പറയാൻ കാരണം കുലൂബ് സ്ത്രീലിംഗം ആയതുകൊണ്ട്, അവരുടെ തശാബഹയുടെ രൂപമാണ് തശാബഹ യതശാബഹു. ഓക്കെ, തശാബഹ യതശാബഹു എന്നാണ് വാക്ക്. തശാബഹത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ സാദൃശ്യമുള്ളതായിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഖദ് തീർച്ചയായും, ബയ്യന്ന നാം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബയ്യന്ന എന്നുള്ള വാക്ക് ബയ്യന യുബയ്യിനു എന്നാണ്. ഇത് സർഫ്, ഈ ബയ്യനു എന്നുള്ളത് അവസാനം നാം വ്യക്തമാക്കി എന്നുള്ളത് ബയ്യന്ന എന്നാ വരിക. ബയ്യന്ന സർഫ് പഠിച്ചവരൊക്കെ അറിയാമായിരിക്കും. ലാസ്റ്റ് നഹ്നു, നഹ്നു എന്നുള്ളതിൽ ആ ലാസ്റ്റ് വരുന്ന സർഫാണ് ബയ്യന്ന, നാം വ്യക്തമാക്കി എന്നതിന് പറയുന്നതാണ്. ഇവിടെ പിന്നെ ഖദ് തീർച്ചയായും, ബയ്യന്ന നാം വ്യക്തമാക്കിയിട്ടുണ്ട്, അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ. ഈ ആയത്തിന്റെ മുന്നേ പഠിച്ച ആയത്തിന്റെ പ്ലൂരലാണ് അൽ ആയാത്ത് എന്ന് പറയുന്നത്, തെളിവുകൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ. ആയത്തിന്റെ പ്ലൂരലാണ് ആയാത്ത്. അപ്പൊ നാം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ആർക്ക്? അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. ആർക്ക്? ലി ഖൗമിൻ യൂഖിനൂൻ. ലി എന്ന് പറഞ്ഞ ഫോർ, ഖൗം എന്ന് പറഞ്ഞ ഒരു ജനത, യൂഖിനൂൻ എങ്ങനത്തെ ജനതയാണ്? യൂഖിനൂൻ ആയിട്ടുള്ള ജനത, അതായത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അവരാണ്. അവർക്ക് ആ ജനതക്ക് അള്ളാഹു ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്? ആ ആയത്തുകൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂഖിനൂൻ എന്ന വാക്ക് പുതിയതാണ്, ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ആ വാക്ക് വരുന്നത് ഐഖന യൂഖിനു എന്നാണ്. ഐഖന യൂഖിനു. അങ്ങനെ യൂഖിനൂൻ എന്നുള്ളത് ഒരാളെ കുറിച്ച്, ഇപ്പൊ യൂഖിനൂൻ എന്നുള്ളത് ഒരു കൂട്ടർ, വാവും നൂനും ചേർത്ത് പറയുമ്പോ ഖൗം ഒരു ജനത. എങ്ങനെയുള്ള ജനത? യൂഖിനൂനായ ജനത, അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇത് ആക്ച്വലി വെർബാണ്. യൂഖിനൂന എന്ന് പറഞ്ഞാൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നാണ്. അപ്പൊ ഖൗമിന്റെ കൂടെ യൂഖിനൂന ചേരുന്നത് കൊണ്ടാണ് ആ ഒരു ജനം, അത്തരത്തിലുള്ള ഒരു ജനം എന്നുള്ളതാവുന്നത്. ഈ ആയത്ത് ശരിക്കും ഒന്നുകൂടി പറഞ്ഞു നോക്കാം നമുക്ക്. ഇപ്പൊ വഖാലല്ലദീന, പിന്നെ വഖാല പറയുകയും ചെയ്തു. ആര് പറഞ്ഞു? അല്ലദീന ലാ യഅലമൂൻ ഇൽമില്ലാത്ത ആളുകൾ പറഞ്ഞു.
ലൗലാ യുക്കല്ലിമുനല്ലാ, അള്ളാഹു എന്തുകൊണ്ട്, ഇവിടെ കല്ലമ യുക്കല്ലിമു എന്ന് പുതിയ വാക്ക് കേട്ടോ, കല്ലമ സംസാരിച്ചു. ലൗല അള്ളാഹു നമ്മളോട് അള്ളാഹു ഒന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അള്ളാഹു എന്താണ് നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കാത്തത്? അല്ലെങ്കിൽ എന്താണ് തീന ആയ, ഞങ്ങൾക്ക് തീ എന്നത് തീ ആയത് ആയത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട്, അപ്പൊ തീന ഞങ്ങൾക്ക് എന്താണ് ഒരു ആയത്ത് കൊണ്ടുവരാത്തത്? അല്ലെങ്കിൽ അപ്പൊ അള്ളാഹ് പറയാണ് കദാലിക, നീ വിഷമിക്കണ്ട, അപ്രകാരം ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളും മിസ്ല ഖൗലിഹിം, അവരുടെ ഈ വാക്ക് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഖൗൽ എന്ന് പറഞ്ഞ വാക്ക് മിസ്ല പോലെ, മിൻ ഖബൽ മുമ്പ്, ഖബ്ലിഹിം എന്ന് പറയുമ്പോൾ അവർക്ക് മുമ്പ്, കദാലിക അപ്രകാരം. തശാബഹത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ എന്തായി, സദൃശ്യമുണ്ട്, നല്ല സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. മുത്തശാബി ആയിട്ടുള്ള ഭയങ്കര സാമ്യമുണ്ട്. അള്ളാഹ് പറയാണ് ഖദ്, തീർച്ചയായും വയ്യന്നൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട് നാം വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായ ആയാത്തുകൾ. ആർക്ക്? ലിഖൗമി യൂഖിനൂൻ, അടിയുറച്ച് വിശ്വസിക്കുന്ന ജനതക്ക് വേണ്ടി ഞാൻ ആയത്ത് ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ആയത്തിലെ വാക്കുകൾ കുറച്ച് പുതിയ വാക്കുകൾ ഉണ്ട് തോന്നുന്നു അല്ലെ? യൂഖിനൂൻ ഉണ്ട്, തശാബഹത്ത് ഉണ്ട്, അതുപോലെ കല്ലമ, അലിമയാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കല്ലമ യുക്കല്ലിമു ഉണ്ട്, അത്തായ തീ കൊണ്ടുവന്നു, അല്ലെങ്കിൽ വന്നു, വരുന്നു. തശാബഹത്ത് എന്ന് പറഞ്ഞ സാമ്യം ഉണ്ടായി. ബയ്യന യുബയ്യിനു, ഐഖന യൂഖിനു. ഓക്കെ, ഈ ആയത്തില് പിന്നെ അവര് പറയുന്ന എന്താന്ന് വെച്ചാൽ, ഇതിന്റെ വിശദീകരണത്തില് ഒന്നുകിൽ ദൈവം നേരിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് എന്റെ ഗ്രന്ഥമാണ്, എന്റെ വിധികളാണ്, അതിനെ നിങ്ങൾ പിൻപറ്റുക എന്നിങ്ങനെ പറയുക. അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പു വരത്തക്ക വല്ല ദൃഷ്ടാന്തവും ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? ഇതിപ്പോ ഈ പ്രവാചകന് വന്നിങ്ങ് പറഞ്ഞത് കൊണ്ട്, അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അത് വിശ്വാസം ആവൂല. മറിച്ച് എന്തുകൊണ്ട് അള്ളാഹ്ക്ക് ഞങ്ങളുടെ മുന്നിൽ വന്നൊന്ന് പറഞ്ഞൂടെ? എന്ത് പറഞ്ഞൂടെ? ഇത് എന്റെ ഞാൻ ഇറക്കിയ ഗ്രന്ഥമാണ്, ഇത് എന്റെ വിധികളാണ്, നിങ്ങൾ അതിനെ പിൻപറ്റുക എന്ന് പ്രവാചകനെ പറഞ്ഞയക്കുന്നതിന് അള്ളാഹ്ക്ക് നേരിട്ട് വന്ന് പറഞ്ഞൂടെ എന്നാ അവര് പറയാം. അല്ലെങ്കിൽ എന്താണ്, ഇത് പ്രവാചകനാണ്, ഈ അയച്ചത് പ്രവാചകനാണെന്ന് ഉറപ്പ് വരുത്തുന്ന വല്ല വേറെ എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിച്ചു തരാം. അപ്പൊ ഇതിൽ പറയുന്നത് അതാ, മുൻകഴിഞ്ഞ ദുർമാർഗികൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ ആക്ഷേപവും ആവശ്യവും ഇന്നത്തെ ദുർമാർഗികളും കെട്ടിച്ചമച്ചിട്ടില്ല. അതായത് സെയിം തന്നെയാണ് അന്നും പറഞ്ഞിരുന്നത്, ഇന്നും പറഞ്ഞിരുന്നത്. പ്രവാചകന് മുന്നേ ഒക്കെ എല്ലാ വഴിപിഴപ്പിച്ച ആളുകളുടെയും വാക്കുകൾ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒരേ തരത്തിലുള്ള സംശയങ്ങളും ആക്ഷേപങ്ങളും ചോദ്യങ്ങളും തന്നെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇത് പ്രവാചകന്റെ കാലത്ത് അന്ന് പറഞ്ഞതാണ്, അതിന് മുന്നേ ഉള്ള ആളുകളും ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈസാ നബി, മൂസാ നബി പോലുള്ള പ്രവാചകന്മാരുടെ കാലത്തും വഴിപിഴച്ച ആളുകൾ അന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോഴും നമുക്കറിയാം, അന്ന് കുറേശികൾ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ആണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെയൊക്കെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്ഭുതവും തോന്നൂല. ഒരു നമ്മൾക്ക് ആർക്കും തന്നെ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും ഇതൊന്നും പുതിയതായിട്ട് തോന്നാറേ ഇല്ല. ഖുർആൻ ശരിക്ക് പഠിച്ചവർക്കും ആ ചരിത്രം അറിയുന്നവർക്കും ഇതിലൊരു പുത്തരിയും തോന്നാറില്ല. അന്ന് ചോദിച്ചത് തന്നെയാണ് ഇന്നും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് തെളിവ്? നിങ്ങൾ എന്താണ് മരിച്ചുപോയ ജീവിക്കുന്ന അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? എന്താ നിങ്ങളുടെ ദൈവം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കോ? എന്താ നിങ്ങൾ ദൈവം സഹായത്തിന് എത്താത്തത്? ഇത് പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ്, എന്താ തെളിവ്? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. പിന്നെ അപ്പോ അവര് പറയുന്ന വേറൊന്ന്, ദൈവം നേരിട്ട് വന്ന് ഞങ്ങളോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ലൗലാ യുക്കല്ലിമുനല്ലാ എന്ന അവരുടെ ആക്ഷേപം തികച്ചും നിരർത്ഥകമാണ്. തന്നിമിത്തം അതിന് മറുപടി നൽകേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ദൃഷ്ടാന്തം എന്തുകൊണ്ട് കാണിച്ചു തന്നില്ല എന്ന ആക്ഷേപത്തിന് മാത്രമാണ് മറുപടി നൽകിയിരിക്കുന്നത്. ദൃഷ്ടാന്തങ്ങൾ നിരവധിയുണ്ട്, പക്ഷെ സമ്മതിക്കാൻ ഉദ്ദേശമില്ലാത്തവർക്ക് എന്ത് ദൃഷ്ടാന്തമാണ് കാണിച്ചു കൊടുക്കുക? ഇവിടെ ശരിക്കും ഈ ആയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹ് ഇതിന് മറുപടി കൊടുത്തിട്ടില്ല അല്ലെ? ശരിക്കും അവര് ചോദിക്കുന്നുണ്ട്, എന്താ അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചുകൂടാ എന്ന് അവര് ചോദിക്കുന്ന ചോദ്യത്തിന്, ഈ രണ്ട് ചോദ്യം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ ദൃഷ്ടാന്തം കൊണ്ടുവരാത്ത, ഈ രണ്ട് ചോദ്യത്തിനും അള്ളാഹ് ഈ ആയത്തിൽ മറുപടി കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഖാലല്ലദീന, കാരണം അതിന് അവസാനം ഇവിടെ ഈ ആയത്ത് പറഞ്ഞു നിർത്തുന്നത് എന്താ വെച്ചാൽ, ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് വേണ്ട വിശ്വാസികൾക്ക് ആവശ്യമുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ അത് ബയ്യന്നല്ലായാതിൽ ഖൗമിയൂക്കിനും ഞാൻ ഓൾറെഡി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നോട് ഞങ്ങളോട് സംസാരിക്കാത്തത് എന്നതിന് മറുപടി നേരിട്ട് കൊടുക്കുന്നേ ഇല്ല, മറിച്ച് ഓൾറെഡി ഞാൻ ചെയ്തു, ഇനി ഇവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഇതിനൊരു മറുപടിയുടെ ആവശ്യമില്ല എന്ന് ഈ ആയത്തിൽ പറയാണ്. ഇതിന് കുറച്ചും കൂടി വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു ആയത്ത് ഇവിടെ പിന്നെ മുന്നത്തെ ആയത്തുകളില് നമ്മൾ 2-3 കൂട്ടരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ 2 ആയത്തുകളിൽ പറഞ്ഞ യഹൂദരും ക്രിസ്ത്യാനികളും അള്ളാഹുവിനെ കുറിച്ച് മകനുണ്ടെന്ന് പറഞ്ഞതായിരുന്നു. ഇതിപ്പോ ഈ ഒരു ആയത്തില് അറേബ്യൻ മുശ്രിക്കുകളായ ഇവിടെ വിജ്ഞാനമില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചവർ ആരെയാണെന്നറിയോ? വഖാലല്ലദീന ലാ യഅലമൂന എന്ന് പറഞ്ഞത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെയാണ്. കാരണം ഈ യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് തൗറാത്തും ഇഞ്ചീലൊക്കെ കിട്ടിയത് കൊണ്ട് വേദജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുന്നേ കുറെ പഠിച്ചതാണ്. അവർക്ക് വേദത്തിലുള്ള അറിവുണ്ടായിരുന്നു. എന്നാൽ ഈ ഇസ്മായിൽ മറ്റവരൊക്കെ ഇസ്ഹാക്ക് സന്തതികളാണല്ലോ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദരും ക്രിസ്ത്യാനികളും ഇസ്ഹാക്ക് എന്ന ഇബ്രാഹിം നബിയുടെ ഇസ്ഹാക്ക് നബിയുടെ ആ പരമ്പരയിൽ നിന്ന് വന്നവരാണ്. എന്നാൽ മക്കയിലെ ഖുറൈശികൾ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയുടെ സന്തതികൾ പരമ്പരയിൽ നിന്നാണ് മക്ക മുശ്രിക്കുകൾ വരുന്നത്. അവർക്ക് ഇതുവരെ വേദജ്ഞാനം കിട്ടിയിട്ടില്ല, ഒരു വേദം അവർക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അവരിൽ ഇറങ്ങുന്ന ആദ്യത്തെ പ്രവാചകൻ എന്ന് പറയുന്ന ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അദ്ദേഹത്തിനാണ് ആദ്യമായി വേദം കിട്ടുന്നത്. അപ്പൊ ഇവിടെ ലാ യഅലമൂന എന്ന് പറയുന്നത് ഈ വിവരമില്ലാത്ത, വേദജ്ഞാനം ഒന്നും ഇല്ലാത്ത ഈ ആളുകളെയാണ് പറഞ്ഞത്. അപ്പൊ അവരാണ് പ്രവാചകനോട് ഇങ്ങനെയൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോ അവരുടെ ഒരു വിമർശനം ഇതാണ്: ദൈവം തന്നോട് സംസാരിച്ചു എന്നാണല്ലോ മുഹമ്മദ് പറയുന്നത്. നമുക്കിടയിൽ ഖുറൈശി പോലുള്ള പ്രമുഖ ഗോത്രങ്ങളിൽ എത്രയെത്ര കേമന്മാരിയ്ക്കുന്നു, എന്നിട്ടും മക്കളും മുതലൊന്നും ഇല്ലാത്ത ഈ മുഹമ്മദിനെയാണോ ദൈവം സംസാരിക്കാൻ കണ്ടത്? മനസ്സിലായില്ല? അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം ശരിക്കും ഇങ്ങനെ ഭൗതികമായ ഒരു ചിന്തയിൽ എന്താണ് അള്ളാഹുവിന് ഞങ്ങൾക്കിടയിലുള്ള നല്ല നല്ല പ്രമാണിമാരായ ഉത്തുബത്ത്, ഷെയ്ബത്ത് പോലെയുള്ള കുറെ നല്ല നല്ല പ്രമാണിമാരുണ്ടല്ലേ, എന്താ അവരോട് സംസാരിച്ചൂടാ? പിന്നെ ഈ പ്രതാപവും കാര്യമൊന്നും ഇല്ലാത്ത മുഹമ്മദിനോട് എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ അതായത് ഭൗതിക കാഴ്ചപ്പാടോടുകൂടി നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, ഏതൊരാൾ എന്ത് കണക്കൂട്ടുമ്പോഴും അങ്ങനെയാ നോക്കുക, അത്തരത്തിലാ നോക്കുക. ഒരു സ്ഥാനമുള്ള അല്ലെങ്കിൽ പൈസ ഉള്ള ആളുകൾ, പൈസയാണ് എല്ലാത്തിന്റെ ഒരു ആധാരമായിട്ട് നമ്മളുടെയൊക്കെ കണക്കൂട്ടൽ അല്ലേ. അപ്പൊ അത്തരത്തിൽ തന്നെയാണ് അവരും ചോദിച്ചത്. എന്നിട്ടും മക്കളും ഈ മുഹമ്മദിനോട് ദൈവത്തിന് സംസാരിക്കാമെങ്കിൽ അവൻ എന്തുകൊണ്ട് നാം ഓരോരുത്തരോടും വന്ന് നേരിട്ട് സംസാരിച്ചുകൂടാ? അല്ലെങ്കിൽ നമുക്ക് ബോധ്യമാകുന്ന മറ്റെന്തെങ്കിലും ദിവ്യാത്ഭുതം അവൻ വെളിപ്പെടുത്തട്ടെ, എങ്കിലേ നമ്മൾ അയാളെ വിശ്വസിക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇനിയിപ്പോ അങ്ങനെ വേണ്ട, ഞങ്ങളോട് നേരിട്ട് വന്ന് സംസാരിച്ചൂടെ? അങ്ങനെ ദൈവത്തിന് ചെയ്തൂടെ? അപ്പൊ ഇത് പിന്നെ ഇങ്ങനെയൊക്കെ റസൂൽ നേരിട്ട് തന്നെ വന്ന് ആവശ്യപ്പെടുന്നതായും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ദൈവം നേരിട്ട് സംസാരിക്കണമെന്ന ആവശ്യത്തിന് ഇവിടെ മറുപടി കൊടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ അത് കൊടുത്തിട്ടില്ല. അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ അറിവില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചതിൽ തന്നെ അതിന്റെ മറുപടി അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ചോദ്യം ചോദിച്ച ആളുകൾ, ഈ ആയത്ത് തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ലദീന ലാ യഅലമൂന എന്നാണ് അള്ളാഹ് വിശേഷിപ്പിച്ചത് അവരെ. അപ്പൊ നമ്മള് ഒരാളോട് ഒരു കാര്യം പറയുമ്പോ മറ്റൊരാൾ പറഞ്ഞൊരു കാര്യം നമ്മൾ വേറൊരാളോട് പറയാന്ന് വിചാരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയാന്ന് വിചാരിക്കും, എന്തുപോലെ എന്നറിയോ? ആ വിവരമില്ലാത്ത മനുഷ്യൻ പറഞ്ഞത് എന്താന്നറിയോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വാക്ക് ഒരാൾ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഓൾറെഡി നമ്മൾ അയാളെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ലേ? വിവരമില്ലാത്ത മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞ കാര്യം പറയുന്നതെങ്കിൽ അവിടെ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് എന്ത്? അയാൾക്ക് വിവരമില്ല എന്ന് വിശേഷണം തന്നെ അയാളെ ഒന്ന് താത്തിക്കെട്ടലാണ് അല്ലെ. ശരിക്കും ഒരു വിവരമില്ലാത്ത മനുഷ്യൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് തന്നെ ഇവരെ വിശേഷിപ്പിച്ച് ഈ ആയത്തിറങ്ങുമ്പോ എന്താണ്? അല്ലദീന ലാ യഅലമൂൻ എന്നാണ്. അതിൽ നിന്ന് തന്നെ അവരുടെ വിവരക്കുറവ് അവരെ അള്ളാഹ് ഓൾറെഡി അവരെ മറുപടി കൊടുത്തു. അപ്പൊ പ്രത്യേകം ഒരു മറുപടി ഈ ചോദ്യത്തിന് കൊടുത്തിട്ടില്ല. എങ്കിലും വേറെ ചില സൂറത്തുകളില് ഈ ചോദ്യത്തിന് അള്ളാഹ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതെന്നറിയോ? സൂറത്ത് ഷൂറയില് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, യാതൊരു മനുഷ്യനും അള്ളാഹു അയാളോട് നേരിട്ട് സംസാരിക്കുക എന്ന അവസ്ഥ ഇല്ല തന്നെ. ദിവ്യബോധനം വഴിയോ അല്ലെങ്കിൽ മറയ്ക്ക് പിന്നിലായിട്ടോ, അതുമല്ലെങ്കിൽ ഒരു സന്ദേശവാഹകൻ, അതായത് മലക്കിനെ അയച്ചുകൊണ്ട് മാത്രമേ അള്ളാഹു മനുഷ്യനോട് സംസാരിക്കൂ. മനസ്സിലായില്ലേ? സൂറത്ത് ഷൂറയിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്,
ഒരിക്കലും അല്ല നേരിട്ട് ഒരാളെ മുഖത്തോട് മുഖം വന്ന് സംസാരിക്കില്ല. മറിച്ച് വഹിയായിട്ടോ അല്ലെങ്കിൽ മലക്കിനെ അയച്ചിട്ടോ അല്ലെങ്കിൽ മറക്ക് പിന്നിൽ നിന്നിട്ട് മൂസാ നബിനോടൊക്കെ നമുക്ക് അറിയാം അല്ലെ, ഒരു മറക്ക് പിന്നിൽ നിന്ന് സംസാരിച്ച് അപ്പൊ തന്നെ മൂസാ അലൈഹിസ്സലാം ബോധം കെട്ട് വീണു. അതുപോലെ പ്രവാചകന് വഹിയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജിബ്രീൽ വഴിയാണ് അള്ളാഹുവിന്റെ വാക്കുകള് പ്രവാചകന് ഇറക്കി കൊടുത്തത്. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു സംസാരിക്കുന്ന രീതികൾ എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ അപ്പൊ അത്തരത്തിൽ സംസാരിക്കുന്ന മലക്കുകൾ വഴിയോ വഹി വഴിയോ മറക്ക് പിന്നിൽ നിന്നോ സംസാരിക്കുന്ന ആള് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? നിങ്ങളല്ല, അത് അള്ളാഹുവാണ്. അവിടെ അള്ളാഹ് പറയുന്നുണ്ട്, ആരാണ് ഈ പ്രവാചകൻ, ഞാൻ സംസാരിക്കുന്ന ആ പ്രവാചകൻ ആരായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്, നിങ്ങളല്ല. അപ്പൊ അത് ആരാണെന്നുള്ള തീരുമാനിക്കുന്നത് എങ്ങനെയാ? പ്രവാചക പദവിക്ക് യോഗ്യനും അർഹനും എന്ന ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ്. അവൻ അതിനനുസരിച്ച് തെരഞ്ഞെടുക്കും. അപ്പൊ ഈ ഒരു മനുഷ്യ സൃഷ്ടികൾ വിചാരിക്കുന്ന പറയുന്ന പോലെ അങ്ങ് പെരുമാറുന്നവനല്ല അള്ളാഹു. യുക്തിക്കനുസരിച്ച് മാത്രമേ അത് തെരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ശരിക്കും ഈ അള്ളാഹു അവരെ വിശേഷിപ്പിച്ച അല്ലദീനലായ അലമു എന്നുള്ള വാക്ക് എന്നീ ഖുറൈശി പ്രമാണിമാരുടെ അഹന്തക്ക് ശരിക്കും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രഹരമായിരുന്നു ഈ ആയത്തിന്റെ തുടക്കത്തിലുള്ള അവരെ വിശേഷിപ്പിച്ച അല്ലദീനലായ അലമൂൻ എന്നുള്ളത് തന്നെ. പിന്നെ രണ്ടാമത്തെ ഇവര് പറഞ്ഞ കാര്യം എന്താണ്? തീന ആയ, ഞങ്ങൾക്ക് എന്താ അള്ളാഹുവിന് ഒരു ആയത്ത് കാണിച്ചു തന്നാൽ ഈ വാക്കുകളൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ദൃഷ്ടാന്തം എന്ന് ഉദ്ദേശിച്ചത് എന്തിനെ കുറിച്ചാണ്? മുഹമ്മദ് നബിയെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു മലക്കുകൾ വന്ന് അവർക്കിടയിൽ വിളംബരം ചെയ്യണം. മനസ്സിലായില്ലേ? എന്താണ് അവര് പറയുന്നത് ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ, മലക്കുകൾ വന്നിട്ട് പറയണം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നിങ്ങനെ അവരോട് നേരിട്ട് പറയണം. അല്ലെങ്കിൽ മരിച്ചവരെ ജീവിപ്പിച്ച് കാണിക്കണം. ഇതൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ദൃഷ്ടാന്തം കേട്ടോ. മരിച്ചവരെ ജീവിപ്പിച്ച് കാണിക്കണം, അല്ലെങ്കിൽ പർവ്വതങ്ങളെ ഒന്ന് ചലിപ്പിച്ച് കാണിച്ചു തരണം, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ ഒരു നദി ഒഴുക്കി തരണം. അതൊന്നും അല്ലെങ്കിൽ പ്രവാചകൻ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവിക ശിക്ഷ ഒന്നൊന്ന് കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. നീ ഇങ്ങനെ കുറെ കാലമായല്ലോ ഞങ്ങളുടെ മുന്നറിയിപ്പ് തരുന്നു, ഇങ്ങനെ ഒരു ശിക്ഷ വരും. എവിടെ ആ ശിക്ഷ ഒന്ന് കൊണ്ട് കാണിച്ചുതാ. ഇതുപോലൊക്കെയാണ് അവര് ഈ ഒരു വാക്ക്, അള്ളാന്റെ വാക്കുകൾ സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച ആളുകളോട് രണ്ട് കാര്യമാണ് അള്ളാഹ് പറയുന്നത്. അതിലൊന്ന്, നിങ്ങൾ ഉന്നയിക്കുന്നത് പോലുള്ള ആവശ്യങ്ങൾ മുൻ സമുദായങ്ങളിലെ ആളുകളും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. തശാഹബത്ത് കണ്ടോ, അല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം. പിന്നെ അതായത് ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെ അവരുടെ പ്രവാചകന്മാരുണ്ട്, ദിവ്യാത്ഭുതങ്ങൾ കണ്ട് സത്യം ഉറപ്പുവരുത്തുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. പിന്നെയോ പ്രവാചകന്മാരെ തോൽപ്പിച്ച് തള്ളിപ്പറയാൻ പഴുതുണ്ടാക്കുകയായിരുന്നു. ഇത് ശരിക്കും ഇവര് ചോദിച്ചിരുന്നു. ഈ ഇവര് പറയുന്നത് പോലെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നില്ല? വിശ്വസിക്കാനായിരുന്നില്ല അവരുടെ ഉദ്ദേശം. ഇപ്പൊ ശരിക്കും നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഈ ഇസ്ലാമിലേക്ക് വരണം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാ ചോദിക്കുന്നെങ്കിൽ നമുക്കത് എല്ലാ എഫേർട്ട് എടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കുക ചെയ്യാം. പക്ഷെ ഇത് വെറും എന്തുദ്ദേശത്തോടു കൂടിയാണെന്നറിയാം? പ്രവാചകനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ചോദിക്കുന്നത്. തങ്ങളുടെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിരുന്നതെല്ലാം സത്യവും ധർമ്മവുമാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ അവരുടെ അഹന്തയും സ്വാർത്ഥതയും ഭൗതിക പ്രമത്തെയും ആ സത്യം അംഗീകരിക്കുന്ന അവരെ തടഞ്ഞു. സത്യത്തോടുള്ള അവരുടെ വിരോധം മറച്ചുവെക്കാൻ അവർക്ക് പ്രവാചകനാണ് അസത്യവാദി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ ചോദിച്ചത്. ആ പൂർവികരുടെ മനസ്സിനെ ബാധിച്ചിരുന്ന സദൃശമായ അധാർമിക പ്രവണതയും സത്യവിരോധവും ഭൗതിക സുഖങ്ങളോടുള്ള ആർത്തിയും തന്നെയാണ് ഇക്കൂട്ടരെയും ബാധിച്ചിട്ടുള്ളത്. അവ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളെല്ലാം കാണിച്ചു കൊടുത്താലും അവർ സത്യം അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതാണ് ഒന്നാമത് അള്ളാഹ് പറയുന്നത്. അവരോട് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ. ഒന്നാമത് അള്ളതിന് മറുപടി കൊടുത്തത് തശാബത്ത് ഖുലൂബുഹും എന്നാണ്. അതായത് നിങ്ങളെ പോലെ തന്നെ മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഉദ്ദേശമൊന്നും ഇങ്ങനെ വിശ്വസിക്കാനുള്ളതല്ല, നിങ്ങളുടെ അഹന്ത കൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തതാണ്. ഈ രണ്ടാമത്തെ കാര്യം അള്ളാഹ് പറയുന്നത്, യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നതിന് ആവശ്യമായ തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മുഹമ്മദീയ പ്രവാചകത്വവും അദ്ദേഹം പ്രബോധനം ചെയ്ത സന്ദേശവും സത്യമാണെന്ന് വിളിച്ചോതുന്ന എത്രയോ ദൃഷ്ടാന്തങ്ങൾ ആകാശഭൂമികളിൽ എങ്ങും നിങ്ങളുടെ ചുറ്റും സ്വന്തം ശരീരങ്ങളിലും മാനവ ചരിത്രത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞില്ലേ രണ്ടാമത്തെ കാര്യം, അത് ബയ്യന്നൽ ആയാത്തിൽ ഖൗമി യുഖിനേൻ. ഓൾറെഡി ഇങ്ങനെ കുറെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്ന് പറയുന്നത്
ആകാശഭൂമികളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖുർആൻ പലപ്പോഴായി അവ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. പല സൂറത്തുകളും തന്നിട്ടുണ്ട്. അവ ശരിക്കും കണ്ണു തുറന്ന് നോക്കാൻ തയ്യാറായവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദീയ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ വേറൊരു ദിവ്യാത്ഭുതം കാണിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഈ ഒരു ദൃഷ്ടാന്തങ്ങള് ഉപകാരപ്പെടുന്ന ആളുകളുടെ ഗുണം ഇവിടെ പറഞ്ഞത് കേട്ടോ. ലിഖൗമി യൂഖിനൂൻ എന്നാണ് ഇവിടെ പറയുന്ന ഈ വാക്കുകള്. ലിഖൗമി യൂഖിനൂൻ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തില് യൂഖിൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസം. ഈ ദൃഢവിശ്വാസമുള്ള ആളുകളെ മാത്രമേ നമുക്ക് ഒരു കാര്യം കാണിച്ചു കൊടുത്തിട്ട് അവർക്കത് എഫക്റ്റ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം ഖുർആനിലെ വചനങ്ങള് ഓരോ ആളുകൾക്കും വായിക്കുമ്പോൾ ഓരോ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുക. ചില ആളുകൾക്ക് അത് വെറും അറബി വാക്കായിരിക്കും. ചില ആളുകൾക്ക് അത് വഴിതെറ്റാനുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ജാവേദ ടീച്ചർ, ആരിഫ് ഹുസൈൻ, ജബാർ മൗലവി പോലെയുള്ള ആളുകളൊക്കെ ഖുർആൻ വായിക്കുന്നവരാണ്. പക്ഷെ അവരൊക്കെ അതിനെ കൂടുതൽ നിഷേധത്തിലേക്കും ഖുർആൻ സംശയാസ്പദമായ രീതിയിലാണ് അവർക്ക് ചിന്ത പോകുന്നത്. മറിച്ച് എന്നാൽ വിശ്വാസമുള്ള വ്യക്തികൾക്കോ, യൂഖിനായ വിശ്വാസമുള്ള വ്യക്തികൾ ഖുർആൻ വായിക്കും തോറും അവർക്ക് പരലോകത്തെ കുറിച്ച് പേടിയും ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു തത്രപ്പാടും അവർക്ക് ആകെ ബേജാറാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പടച്ചവനെ, എന്റെ ജീവിതം ശരിയല്ലല്ലോ, ഞാൻ കുറച്ചുകൂടി നന്നാവേണ്ടതുണ്ടല്ലോ, ഈ പറയുന്നതും എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കി ഖുർആൻ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ്. അത് എത്രമാത്രം ഡീപ്പാണ് എഫക്ട് ചെയ്യാന്നുള്ളതും ഡിപ്പെൻസ് അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത. ചില ആളുകളോട് ഖുർആനിക വചനങ്ങൾ സംസാരിച്ചാൽ നമുക്കറിയാം എന്നാലും അത് ശരിയാവില്ല. അവര് ഭൗതികതയിൽ ഇങ്ങനെ എന്ത് കാര്യം പറയുമ്പോഴും ഭൗതികമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? എന്നാൽ അത് അങ്ങനെ ശരിയാവോ, അത് അങ്ങനെ ചെയ്താൽ അത് ശരിയാവോ, അത് ഇങ്ങനെ അവർക്ക് ഡൗട്ടാണ്. ഭൗതികമായി ഇങ്ങനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കും അവര്. കൂട്ടി നമ്മൾ അങ്ങനെ പോയാൽ അവിടെ പോയാൽ അത് ഇങ്ങനെ അങ്ങനെ വന്ന അതങ്ങനെ ശരിയാവും തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ദൃഢമായി ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, അവരങ്ങ് അള്ളാഹിലോട് തവക്കുൽ അങ്ങ് ചെയ്യും. ഒരു കാര്യം ചെയ്യാൻ ശുദ്ധമായ നിയത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി അവര് നിയത്ത് ചെയ്ത് അതങ്ങ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ബാക്കി പിന്നെ അവർ അള്ളാഹ്ക്ക് അങ്ങ് വിടല, തവക്കൽ. കാരണം ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആനിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്, പ്രവാചകൻ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബീനെ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. അവരാ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചങ്ങ് നിൽക്കും. അള്ളാഹിന്റെ സഹായം കിട്ടും. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കണ്ട. ഭൗതികമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് അതിന് കാര്യകാരണ ബന്ധത്തിലൂടെ എല്ലാം ഇങ്ങ് ഉത്തരം കിട്ടൂല. അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിക്കുകയില്ല. ഇന്ന് അടുത്ത നിമിഷം മരിക്കുമോ എന്ന് പോലും അറിയാത്ത മനുഷ്യനാണ് ഇത്രയും മുന്നിലേക്ക് കണക്ക് കൂട്ടിയിട്ട് ജീവിക്കുന്നത്, അല്ലെ? അപ്പോ അത്തരത്തിലാണ് ഖുർആനിക വചനങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉപകാരപ്പെടുന്നത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ദൃഢത പോലെ ഇരിക്കും. ലിഖൗമി യൂഖിനൂൻക്ക് കുറച്ച് ദൃഷ്ടാന്തം കിട്ടിയാൽ തന്നെ അവർക്ക് ഒരുപാട് അതില് പാഠങ്ങൾ ഉണ്ടാവും. അള്ളാഹുൽ വിശ്വാസം വർദ്ധിക്കുക ചെയ്യാം. ഇനി നമുക്ക് അടുത്ത അപ്പൊ ഈ ആയത്ത് ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വഖാലല്ലദീന അള്ളാഹു ലായഅലമൂന വിവരമില്ലാത്തവർ പറഞ്ഞു. അപ്പൊ ഈ വിവരമില്ലാത്തവർ എന്ന് ആരെ കുറിച്ചാ പറഞ്ഞത്? ഖുറൈശികളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെ തന്നെ അള്ളാഹ് മാറ്റിമറിച്ചു. വിവരമില്ലാത്ത മനുഷ്യന്മാര് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പൊ അവിടെ തന്നെ അതിനുള്ള ഒരു മറുപടി ഉണ്ട്, ഇവർക്ക് വിവരം ഇല്ല എന്നുള്ളത്. ലൗലാ യുക്കല്ലിമുന അള്ളാഹ് എന്താ ഞങ്ങളോട് സംസാരിക്കാത്തത്? ഞാൻ വിശദീകരണത്തിൽ പറഞ്ഞു അള്ളാഹ് ഒരാളോട് അങ്ങനെ സംസാരിക്കില്ല. സൂറത്ത് ശൂറയില് 3 തരത്തിൽ പറഞ്ഞു. അപ്പോ അള്ളാഹ് പിന്നെ അതുപോലെ ആരോട് അള്ളാഹ് അങ്ങനെ വഹിയായിട്ടും ഇത് സംസാരിക്കുന്നത് അതും അള്ളാഹ് തെരഞ്ഞെടുക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നവർ എന്റെ അടുത്ത് വന്നിട്ട് അള്ളാഹ് പറയാത്ത എന്താ, അതൊക്കെ വെറുതെ ഉള്ള വിചാരങ്ങളാണ്. തീന ഒരു ആയത്ത് കൊണ്ടുവരാത്തത് എന്താ എന്നതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. അതായത് ആ മലക്കുകൾ വന്നിട്ട് പറയണം ഇത് അള്ളാന്റെ വചനങ്ങളാണ്, അല്ലെങ്കിൽ മരുഭൂമി കൂടി നദി ഒഴുക്കി കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പറയണം, പർവ്വതങ്ങളെ ചലിപ്പിച്ച് കാണിച്ചു തരണം. ഇതൊക്കെ കാണിച്ചു തന്നാൽ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ കദാലിക അള്ളാഹ് പറയണം, കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അവർ ഇതിന്റെ മുന്നുള്ള ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. മിസ്ല ഖൗലിഹിം, അവരുടെ വാക്കുകൾ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. തശാബഹത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ സെയിം ആണ്. ഇന്നത്തെ കാലത്തും സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ അള്ളാഹ് പറയണ മറുപടി ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ, യൂഖിനായ ആളുകൾക്ക് ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങൾ
ആകാശത്തിലേക്കും പ്രകൃതിയിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ഒക്കെ നോക്കിയാൽ തന്നെ വിശ്വസിക്കാൻ വിചാരിക്കുന്നവർക്ക് അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അള്ളാഹ് അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. അതായത് ഇന്ന അർസൽനാക, നാം നിന്നെ സത്യജ്ഞാനത്തോടു കൂടി സുവിശേഷകനും മുന്നറിയിപ്പുകാരനുമായി അയച്ചിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം എന്തുണ്ട്? അതിനാൽ നരകത്തിന് അവകാശികളായി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവനോ മറുപടി പറയാൻ ബാധ്യസ്ഥനോ അല്ല തന്നെ. ഈ ആയത്തിൽ അല്ല ചെറിയൊരു ആയത്താണ്. ഈ ആയത്തിലൂടെ അള്ളാഹ് പറയുന്നത് അതിന്റെ വാക്കർത്ഥത്തിലേക്ക് പോകാം. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം നാം. ഇന്ന എന്ന് പറയുന്ന ഒറ്റക്ക് ഇന്ന ഈ അലിഫില്ലാതെ പറയുമ്പോൾ തീർച്ചയായും നിശ്ചയം എന്നൊക്കെയാണ്. ഇന്ന എന്ന് അലിഫിട്ട് പറയുമ്പോൾ നാം എന്നവിടെ വരും ട്ടോ. നാം ഞങ്ങൾ എന്നാണ് ശരിക്കും. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നാം എന്നാണ് ഉപയോഗിക്കുക. നമ്മളെ നമ്മള് പിന്നെ പഠിക്കുമ്പോഴൊക്കെ രാജാക്കന്മാരൊക്കെ സംസാരിക്കുമ്പോ നാം അങ്ങനെ വിളംബരം ചെയ്തു എന്നല്ലേ പറയാ. അതായത് വലിയ സ്ഥാനത്തുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോ അങ്ങനെയാണ് പറയാ. അപ്പൊ ഇന്നാ നിശ്ചയം നാം അർസൽനാക എന്നതിൽ 3 വാക്കുണ്ട്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 വേർഡ്. അർസല എന്നുള്ളതിന്റെ വാക്ക് അർസല യുർസിലു എന്നാണ്. അയച്ചു എന്നാണ്. അർസല അയച്ചു, യുർസിലു അയക്കുന്നു. നാം അയച്ചു. അള്ളാഹ് പറയാണ് നിന്നെ നാം അയച്ചു. റസൂലിനെയാണ് പറയുന്നത് കേട്ടോ. നിന്നെ നാം അയച്ചു ബിൽ ഹഖ്, സത്യവുമായി. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, അൽ ഹഖ് സത്യം. അപ്പൊ സത്യം കൊണ്ട് നിന്നെ നാം അയച്ചിരിക്കുന്നു. നിശ്ചയമായും നല്ലത് ഉറപ്പിച്ചു പറയണം. ഇന്നാന്ന് പറഞ്ഞിട്ടാണ്. ഇന്നാ അർസൽനാക ബിൽ ഹഖ്. എന്തായിട്ടാണ് അയച്ചത്? ബഷീറായിട്ട്. ബഷീർ എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ആൻഡ് നദീറായിട്ട്, മുന്നറിയിപ്പ് നൽകുന്നവൻ. മനസ്സിലായില്ല? ഈ പ്രവാചകനെ സത്യവുമായിട്ട് അള്ളാഹ് അയച്ചത് എന്തായിട്ടാണ്? നസീറായിട്ടും ബഷീറായിട്ടും. സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും മുന്നറിയിപ്പ് വാണിംഗ് കൊടുക്കുന്നവനായിട്ടും. ഇനി അള്ളാഹ് പറയാണ് വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. ഇനി ആൻഡ് ലാ തുസ്അലു, ചോദിക്കപ്പെടുന്നതല്ല. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല. ഈ ബഷീറും നദീറൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? പുതിയ വാക്ക് ഇതിൽ ഇപ്പൊ 2-3 ഉള്ളൂ. അർസല അയച്ചു, അത് വളരെ കോമൺ ആണ്. ഹക്ക് സത്യം എല്ലാവർക്കും അറിയാം. ബഷീർ എന്ന് പറഞ്ഞാൽ പേരുണ്ട് അല്ലെ? സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ എന്നാണ് ബഷീറിന്റെ അർത്ഥം. ബഷീർ. നദീർ എന്ന് പറഞ്ഞാൽ നദീർ മുന്നറിയിപ്പ് നൽകുന്നവൻ. അന്തറ യുൻസിറു എന്നുള്ള വാക്കാണ്. അപ്പൊ ഇവിടെ തുസ്അലു എന്നുള്ള വാക്ക് സഅല എന്നാണ്. സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു. അപ്പൊ തുസ്അലു എന്ന് പറഞ്ഞാൽ നീ ചോദിക്കപ്പെടുന്നതല്ല, തൂന്നാവുന്നത്. അപ്പൊ എന്തൊരു ആദ്യം തുടക്കത്തില് യസ്അലു എന്നുള്ളത് യു ആക്കുമ്പോൾ ദമ്മിടുമ്പോൾ പാസീവ് ടെൻസ് ആവും. യസ്അലു തു ആവുമ്പോ, അല്ലെങ്കിൽ തസ്അലു എന്നാവും. നീ ചോദിച്ചു എന്നുള്ളത്, ചോദിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇല്ല എന്നുള്ളത്, പെടുക എന്നുള്ളതാണ് തു ആവുമ്പോ. അപ്പൊ ലാ തുസ്അലു, ചോദിക്കപ്പെടുന്നതല്ല, ലാ വന്നത് കൊണ്ട്. എന്ത് ചോദിക്കപ്പെടുന്നതല്ല? അൻ എന്ന് പറഞ്ഞാൽ അബൌട്ട്, കുറിച്ച് എന്നൊക്കെ പറയും. എന്തിനെ കുറിച്ച്? അസ്ഹാബിൽ ജഹീം. ജഹീം എന്ന് പറഞ്ഞ നരകം, നരകത്തിന്റെ അസ്ഹാബുകൾ, ആളുകളെ കുറിച്ച്, നരകത്തിന്റെ അവകാശികളെ കുറിച്ച് നിന്നോട് ചോദിക്കപ്പെടുന്നതല്ല എന്ന് പ്രവാചകനോട് പറയാം. നീ വെറും എന്താണ്? ബഷീറാണ്, നദീറാണ്. നീ വെറും സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അല്ലാതെ എല്ലാവരെയും ഇങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങ് കൈപിടിച്ച് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തവനല്ല. പിന്നീട് അവര് സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുക അള്ളയാണ് ഓരോരുത്തരെ എത്തുകയാണ്. അതിനെപ്പറ്റി അവർ എന്തുകൊണ്ട് നരകത്തിലായി എന്നതിനെ കുറിച്ചൊന്നും പ്രവാചകൻ ഉത്തരം കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് സിമ്പിൾ അല്ലേ? ഇന്നാ തീർച്ചയായും നാം നാം അയച്ചു നിന്നെ പ്രവാചകനെ. എന്തുകൊണ്ട്? ബിൽ ഹഖ്, ബി കൊണ്ട്, അൽ ഹഖ് സത്യം, ബഷീർ. പിന്നെ നിന്റെ എന്താണ് സത്യം കൊണ്ട് എന്തായിട്ട് അയച്ചത്? ബഷീറാണ്, നദീറാണ്. ആൻഡ് ബഷീർ, നദീർ. നീ മുന്നറിയിപ്പുകാരനാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. ആൻഡ് ലാ തുസ്അലു, ചോദിക്കപ്പെടുകയില്ല. ഇവിടെ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, തുസ്അലു ചോദിക്കപ്പെടുക. അബൌട്ട് അസ്ഹാബ്, ആളുകൾ അല്ലെങ്കിൽ അവകാശികൾ, അൽ ജഹീമി, ജഹീമിന്റെ, നരകത്തിന്റെ.
അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ മറുപടി. അതായത് മറ്റു ദൃഷ്ടാന്തങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഏറ്റവും വ്യക്തമായ ദൃഷ്ടാന്തം തന്നെ ഇപ്പൊ ഇവര് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, പ്രവാചകനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഔ തീന ആയ, ഞങ്ങൾക്ക് എന്താ നീ എന്തൊരു ദൃഷ്ടാന്തം കൊണ്ടുവരാത്തെ എന്ന് ചോദിച്ചതിന്റെ ഒരു ഉത്തരമായിട്ട് അള്ളാഹ് പറയാണ്. അതായത് മറ്റു ദൃഷ്ടാന്തങ്ങളൊക്കെ പോട്ടെ, നിങ്ങൾ മരുഭൂമിയിലൂടെ നദി ഒഴിക്കുന്നതും മറ്റ് പർവ്വതങ്ങൾ ചലിപ്പിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, എന്നാൽ അതൊക്കെ പോട്ടെ, ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താണെന്നറിയോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ അത് തന്നെ മതി. അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ, അദ്ദേഹം ജനിച്ച സമുദായത്തിന്റെയും നാട്ടിന്റെയും സ്ഥിതിഗതികൾ, അദ്ദേഹം വളർന്നു വരികയും 40 കൊല്ലം ജീവിതം നയിക്കുകയും ചെയ്ത ചുറ്റുപാട്, പ്രവാചകനായതിനു ശേഷം അദ്ദേഹം നിർവഹിച്ച മഹൽ കൃത്യം, ഇത്തരം സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉള്ളപ്പോൾ മറ്റു ദൃഷ്ടാന്തത്തിനും ആവശ്യമേ ഇല്ല. ഇത് തന്നെ നിങ്ങൾക്ക് ആ പ്രവാചകന്റെ ജീവിതം അടിമുടി തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. വെറും ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന് മുന്നത്തെ കാര്യത്തിൽ പറഞ്ഞില്ലേ, അതിൽ ഒരു കാര്യം ഇപ്പോ കഴിഞ്ഞ ആയത്ത് പറഞ്ഞാണ് ഖദ് ബയ്യന്നൽ ആയാതിൽ ഖൗമി യൂഖിനൂൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതില് മറ്റു ഖുറാനിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചൊരു പല പല കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞത്, ഇവര് ചോദിച്ചിരുന്ന ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ നോക്ക്, ആകാശഭൂമിയിലേക്ക് നോക്ക്, സ്വന്തം ശരീരത്തിൽ നോക്ക് എന്നൊക്കെ ഖുറാനിൽ വേറെ ആയത്തുകളുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ ഈ സൂറത്തിന്റെ ഇതിന്റെ മറുപടിയായിട്ട് അള്ളാഹ് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ആയത്ത് ഒരു ദൃഷ്ടാന്തം വേണമെങ്കിൽ പ്രവാചകൻ തന്നെ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാണ്. അപ്പൊ അതിന്റെ ഒരു മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇത് ഈ ആയത്ത് ശരിക്കും പ്രവാചകനെ ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാചകനെ അള്ളാഹു ഒന്ന് സാന്ത്വനപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. പ്രവാചകനോട് പറയണത്, ഇങ്ങനെ വല്ലാതെ വിഷമിക്കണ്ട, നിന്നെ ഞാൻ അയച്ചത് ബഷീറും നദീറുമാണ്. നീ മറ്റുള്ളവരുടെ നരകത്ത് പോകുന്നതിനെ കുറിച്ച് വല്ലാതെ വിഷമിച്ച് അവരൊക്കെ പോകുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് അതിനെപ്പറ്റി ചോദിക്കുകയില്ല, അത് വിഷമിക്കണം എന്ന തരത്തിൽ പ്രവാചകനുള്ള ഒരു സാന്ത്വനം കൂടിയാണ് ഈ ഒരു ആയത്ത്. മുഹമ്മദ് നബിയുടെ നിയോഗം തന്നെ സുവ്യക്തവും മഹത്തവുമായ ഒരു ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന്റെ സംശുദ്ധമായ വ്യക്തിത്വം, സ്വഭാവ പ്രകൃതി, അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ ഉളവായ ആ വിശ്വസിച്ചവരിൽ ഉണ്ടായ ഒരു സ്വഭാവമാറ്റം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇപ്പൊ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും വിശ്വസിച്ച ആളുകളുടെ ആ ഒരു ശുദ്ധമായ സ്വഭാവം പലരെയും ആകർഷിച്ചിട്ടുണ്ട്. ഒരു കളങ്കമില്ലാത്ത നല്ല ശുദ്ധമായ സ്വഭാവ ഗുണങ്ങൾ, സജ്ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ശുഭവാർത്തകൾ, ദുർജനങ്ങളോടുള്ള താക്കീത് എന്നിവയെല്ലാം അദ്ദേഹം സത്യസന്ധനാണെന്നും അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശങ്ങളാണെന്നും തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇത്. അതായത് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഇത് നല്ല നല്ല കാര്യങ്ങളാ പറയുന്നത്. ഒരാളെ ചതിക്കരുത്, കള്ളം പറയരുത്, പിന്നെ എന്താ പറയാ, പൂഴ്ത്തി വെക്കരുത്, ഇങ്ങനെ ഒരുപാട് അനീതി പാടില്ല, ഇതൊക്കെ ആ ഒരു കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ സത്യവും നല്ല കാര്യങ്ങളുമാണെന്നുള്ള. അപ്പൊ അത് തന്നെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണെന്നാ പറയുന്നത്. പ്രവാചകനുള്ള സാന്ത്വനം ഇപ്രകാരമാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹു താങ്കളെ സത്യസന്ദേശമായി നിയോഗിച്ചിരിക്കുകയാണ്. ആ സന്ദേശം സ്വീകരിക്കുന്നവർക്ക് താങ്കൾ പാരത്രിക വിജയത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. അതിനെ തള്ളിപ്പറയുന്നവർക്ക് അവയുടെ നിഷേധത്തിന്റെ ദുഷ്ഫലങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക. അതാണ് താങ്കളിൽ നിക്ഷിപ്തമായ ചുമതല. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു കഴിഞ്ഞു. അവർ പറയുന്നതൊക്കെ നടപ്പിലാക്കാനോ അവരുടെ ഇംഗിതമനുസരിച്ച് ദൃഷ്ടാന്തങ്ങളും ദിവ്യാത്ഭുതങ്ങളും പ്രത്യക്ഷപ്പെടുത്താനോ താങ്കൾ ബാധ്യസ്ഥനല്ല. അതൊന്നും സാധിക്കാതിരുന്നാൽ അവർ വിശ്വസിക്കാതെ പോയല്ലോ എന്ന് താങ്കൾ ബേജാറാവുകയും വേണ്ട. ദുർമാർഗം സ്വയം തെരഞ്ഞെടുത്ത് നരകാവകാശികളായി തീർന്നവരെ ബലാത്കാരം വിശ്വസിപ്പിക്കുവാൻ താങ്കളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവർ വിശ്വസിക്കാതിരുന്നതിനോ നരകാവകാശികളായതിനോ താങ്കൾ ഒരിക്കലും സമാധാനം പറയേണ്ടി വരികയുമില്ല. ഇത് പ്രവാചകൻ സാന്ത്വനം എന്നതുപോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സത്യവിശ്വാസികൾക്കും ഭയങ്കരമായിട്ടുള്ള സാന്ത്വനം നൽകുന്ന വാക്കുകളാണിത്. ഇതിലൊക്കെ ഇപ്പൊ ഖുറാനിലുള്ള വാക്കുകളൊക്കെ പ്രവാചകനോട് പറയുന്നത് മൊത്തം സത്യവിശ്വാസികളോട് പറയുന്ന കാര്യങ്ങളാണല്ലോ. അല്ലാതെ ഇപ്പൊ ഖുറാനിക ആയത്ത് പിന്നെ പരലോകം ഈ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുറാനിക ആയത്തുകൾ പ്രവാചകരോട് മാത്രമായിട്ട് പറയുന്നതാണ്. പിന്നെ അങ്ങനെ നിലനിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം മുഴു സത്യവിശ്വാസികൾക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ മുഴു സത്യവിശ്വാസികളും ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനത്തിന് ബാധ്യസ്ഥരാണ് എന്നുകൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഓരോ വിശ്വാസിക്കും സ്വന്തം പിന്നെ അള്ളാഹുവിനോടുള്ള
ബാധ്യത. അപ്പൊ ഒരു വിശ്വാസി, നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് ബാധ്യതയുണ്ട് അല്ലെ? നമസ്കാരം, നോമ്പ്, ഇതൊക്കെ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിലുള്ള ബാധ്യതകളാണ്. എന്നാൽ നമുക്ക് കുടുംബത്തോട് ബാധ്യതയുണ്ട്, സമൂഹത്തോട് ബാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ തട്ടുകളിലും ഒരു വിശ്വാസി പലതരത്തില് ബാധ്യതകളുമായി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ബാധ്യതകളിൽ പെട്ടതാണ് സമൂഹത്തിലെ സംസ്കരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം. അപ്പൊ അത്തരത്തില് സമൂഹത്തില് സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും, ശരിക്കും പ്രവാചകൻ വിഷമിച്ചിരുന്നു, സങ്കടപ്പെട്ടിരുന്നു. എന്തിനെന്ന് വെച്ചാല് ആളുകളുടെ ദുർമാർഗത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, അയ്യോ അവർ വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ എത്ര പറയുന്ന, അല്ലെങ്കിൽ അത്ര അത് നരകത്തിലേക്ക് തന്നെയാണല്ലോ. ഇത് ഇങ്ങനെ വിഷമിച്ച് വല്ലാതെ പുറത്ത് കേഫിലൊക്കെ പറയും, നീ വിഷമിച്ച് ഇല്ലാതായി പോകുമോ എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഈ പ്രബോധനത്തിലുള്ള ആളുകൾ, പ്രബോധന പ്രവർത്തനത്തിലുള്ള ആളുകൾക്കും തന്നെ മറ്റുള്ളവർ വരാതിരിക്കുമ്പോ ശരിക്കും ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് മനസ്സ് വേദനിക്കും. അവര് ഭൗതികതയിലേക്ക് തന്നെ പോകുന്നല്ലോ പടച്ചവന്, ഞാൻ എത്ര വിളിച്ചിട്ടും അവർക്ക് താല്പര്യം, അവരുടെ മനസ്സൊക്കെ എപ്പോഴും ഭൗതിക കാര്യങ്ങളിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ പലപ്പോഴും. ഇതിലേക്ക് ഒരു വെളിച്ചം കിട്ടാത്ത പോലെ, ഹിദായത്ത് കിട്ടാത്ത പോലെ. അപ്പോ നമ്മൾ വല്ലാതെ വിഷമിക്കേണ്ട എന്നുള്ള ഇതിലൂടെ പറയാണ്, അവരുടെ നരകവും സ്വർഗവും അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്. അവരെ പറ്റി നമ്മൾ വല്ലാതെ ചോദിക്കപ്പെടുകയില്ല. നമ്മളാകെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സത്യമാർഗമുണ്ട്, ഹിദായത്തിന്റെ ശരിയായ വഴി മുന്നറിയിപ്പ് നൽകുക. നീ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഭവിഷ്യത്തുകൾ നിനക്ക് വരാനുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. നീ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗവും ഉണ്ട്, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ട്, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത്. ഇന്ന് മക്കളോടൊക്കെ പലപ്പോഴും ഈ ഖുർആൻ എന്ന് പറയുന്ന ബഷീറും നദീറും ഉൾപ്പെട്ടതാണ് കേട്ടോ. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ മക്കളോട് നദീർ മാത്രാ പറയാ. നദീർ എന്ന് പറയുന്ന മുന്നറിയിപ്പുകളാണ്. ആ ശിക്ഷിക്കൂ കേട്ടോ, അള്ളാഹ് ശിക്ഷിക്കും, നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്ത് പോവും, അള്ളാഹ്ക്ക് ഇഷ്ടാവൂല, അള്ളാഹ് കോപിക്കും, ശപിക്കും, ഇങ്ങനെയൊക്കെയാ പറയാ. അതൊക്കെ നദീറുകളാണ്, മുന്നറിയിപ്പുകളാണ്. പക്ഷെ എന്തുകൊണ്ട് ബഷീർ ആവുന്നില്ല നമ്മൾ? നമ്മൾ എന്തുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി പ്രവാചകനെ പോലെ, നിനക്ക് സ്വർഗം കിട്ടും കേട്ടോ, നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അള്ളാന്റെ കാരുണ്യവാനാണ് അള്ളാഹ്, നിനക്ക് അള്ളാഹ് സ്വർഗം തരും, നിനക്ക് പരലോകത്ത് നല്ല ജീവിതം, സ്വർഗത്തിൽ അങ്ങനെ എങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ബഷീറായിക്കൂടാ? അപ്പോ അള്ളാന്റെ ഖുറാനിൽ മൊത്തമായിട്ട് അള്ളാന്റെ കാരുണ്യമാണ് മുഴച്ചു നിൽക്കുന്നത്, ശിക്ഷയല്ല. അത് നമ്മൾ ആലോചിക്കണം. എപ്പോഴും അള്ളാന്റെ കാരുണ്യമാണ് മുകളിലും മുഴച്ചു നിൽക്കുന്നതും. എല്ലാത്തിലും അള്ളാന്റെ കാരുണ്യാണ്, ഔദാര്യത്തിനാണ് അള്ളാഹ് വിശാല മനസ്കൻ. അപ്പൊ നമ്മളുടെ ഇതിലും ഔദാര്യവും കാരുണ്യവും പറഞ്ഞിട്ട് വേണം നമ്മൾ മക്കളോടും എപ്പോഴും സന്തോഷ വാർത്ത അറിയിച്ചു വേണം ദീനിലേക്ക് ക്ഷണിക്കാൻ. അല്ലാതെ വാണിങ് ഏറ്റവും അവസാനാണ് കൊടുക്കല്, എത്രയും വിളിച്ചിട്ടും പോരാതിരിക്കുമ്പോ. അപ്പോ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മളും ഇങ്ങനെ ആവേണ്ടത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. 2 ആയത്ത് നമ്മൾ എടുത്തു. 2 ആയത്ത് വ്യക്തമായി ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന് ഓതി നോക്കാം. വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു ഔ തഅതീന ആയ. വിവരമില്ലാത്തവർ പറയുന്നു, അള്ളാഹു നമ്മളോട് എന്താണ് സംസാരിക്കാത്തത്, അള്ളാഹു എന്താ ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരാത്തത്. കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം. അവരുടെ വാക്കുകൾ പോലെ തന്നെ മുമ്പുള്ളവർ ഇതേ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. തശാബഹത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ നല്ല സാദൃശ്യപ്പെട്ടിരിക്കുന്നു. ഖദ് ബയ്യനൽ ആയാത്ത്, തീർച്ചയായും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആയാത്തുകൾ, ലിഖൗമി യൂഖിനൂൻ, ദൃഢവിശ്വാസമുള്ള ഒരു ഖൗമിന് വേണ്ടി. ഇന്ന അർസൽനാക, നീ പ്രവാചകനോട് പറയുന്നു, നാം നിന്നെ അയച്ചത് എന്തായിട്ടാണ്? ബിൽ ഹഖ്, സത്യം കൊണ്ടാണ് അയച്ചത്. ബഷീറായി വനദീറായി, സന്തോഷ വാർത്ത. ഇവിടെ നോക്കൂ, വേറൊരു കാര്യം കണ്ടോ? ബഷീർ ആണല്ലോ ആദ്യം വന്നത്. ഏറ്റവും ആദ്യം നദീർ അല്ലല്ലോ അല്ല പ്രയോഗിച്ച വാക്കിൽ വന്നത്, ആദ്യം ബഷീറാണ്. അപ്പൊ നമ്മൾ ആദ്യം ബഷീറാണ് പറയേണ്ടത്. ബഷീറാണ് വനദീറാണ്, പിന്നെയാണ് മുന്നറിയിപ്പുകാരനാണ്. വലാ തുസൽ, ചോദിക്കപ്പെടുകയില്ല, അൻ അസ്ഹാബിൽ ജഹീം, നരകത്തിലെ ആളുകളെ കുറിച്ച് നിന്നോട് ചോദിക്കപ്പെടുകയില്ല എന്നാണ് നിർത്തുന്നത്. അപ്പോ നമുക്ക് നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.